അറിഞ്ഞോ അറിയാതെയോ മെഡിക്കൽ ഇൻഷുറൻസും ഇതിനൊരു കാരണമായി വരുന്നുണ്ട്. ഇൻഷുറൻസ് കിട്ടിയാൽ എല്ലാമായി എന്നൊരു ചിന്ത ജനങ്ങളിൽ കടന്നുകൂടിയിട്ടുണ്ട്. തവക്കുലിൻ്റെ മനോഭാവം ഇല്ലാതാകാൻ ഇത് കാരണമായി തീരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇൻഷുറൻസ് കിട്ടിയാലും പരിഹാരമാകുന്നില്ല എന്നതാണ് സത്യം. എന്ന് പറഞ്ഞാൽ മിസ്സിംഗ് മിഡിൽ കാറ്റഗറി എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. അവർ പ്രധാനമന്ത്രിയുടെ PMJY പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കാൻ പറ്റിയ ദരിദ്രരല്ല. എന്നാൽ പണം കൊടുത്തു വാങ്ങുന്ന ഇൻഷുറൻസിന് പണമടക്കാനുള്ള കഴിവുള്ളവരുമല്ലാത്ത അതിൻ്റെ ഇടയ്ക്കുള്ളൊരു വിഭാഗമുണ്ട്. അവർക്ക് ഈ വലിയ ചെലവിൽ സഹിച്ചുകൊണ്ട് VIP-കളുടെ ചികിത്സകൾ തേടേണ്ടി വരുന്നൊരവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് പോകുന്നത്. ആരോഗ്യമേഖലയിൽ ധനസഹായം ലഭിക്കുന്ന ദരിദ്രരും അവർക്കും ഈ ചൂഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല. കാരണം ഇവിടെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്ന, സ്കൂളിൽ ഒരു കുട്ടിയെ ചേർത്ത് ഫീസൊക്കെ അടച്ചാലും ആഴ്ചയിലും പുതിയ പുതിയ ഫീസുകൾ കൊടുക്കേണ്ടി വരും. ബാഗ് മാറ്റാനും ഷൂവിൻ്റെ കളർ മാറ്റാനും പല പല കാര്യങ്ങൾക്ക് വേണ്ടി, ഓരോ ദിവസവും പ്രത്യേക വേഷം ധരിക്കാൻ വേണ്ടി, ഇതേ രൂപത്തിൽ ആശുപത്രികളിൽ ഇൻഷുറൻസ് മുഖേന നൽകപ്പെടുന്ന ചികിത്സയ്ക്ക് പുറമെ ഒരുപാട് പുറമേ നിന്നുള്ള ചികിത്സകളും തേടേണ്ടി വരുന്ന വലിയൊരു അവസ്ഥയുണ്ട്. അപ്പം ഇൻഷുറൻസ് കൊണ്ടും ദുരിതം തീരുന്നില്ല എന്ന് തന്നെയാണ് സത്യം.